ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം കേട്ടോ. എന്തെങ്കിലും തെറ്റോ കുറ്റോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാം, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ വൈകിട്ട് നമുക്കൊരു കുടിയിരിക്കലുണ്ട് കേട്ടോ. അമ്മോൻ്റെ കുടിയിരിക്കലുണ്ട്, ഉമ്മാൻ്റെ ആങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകിട്ടാണ് പരിപാടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് നമ്മൾ 4 മണിക്ക് ചായയൊക്കെ കുടിച്ചിട്ടാണല്ലോ ഇറങ്ങാല്ലേ. അപ്പോൾ എനിക്ക് ചായ 4 മണി ടൈമിൽ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു എന്തോ പോലെ കേട്ടോ, ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കാക്കു പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേനും ഞങ്ങളോട് കുളിച്ച് മാറ്റി ഒരുങ്ങി ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കാക്കുമൊക്കെ വന്ന് ഞാനിതാ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കുളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ചായ റെഡിയായി കറക്റ്റ് ടൈമിന് തന്നെ വന്നു കേട്ടോ. ഞാൻ ചായ കുടിക്കണത് അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ റെഡി ആയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്ന ആൾ. അങ്ങനെ ഇതാ ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് റെഡിയാകാമെന്ന് പറഞ്ഞിട്ട് ചായയും നല്ല 50-50 ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മാറ്റിയായി കേട്ടോ. അങ്ങനെ മോന് ഇതാ മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. ഓനിപ്പോൾ പിന്നെ എങ്ങോട്ടേലും പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും മാറ്റിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാറ്റി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തരണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓന് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓന് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കും, അവിടെ പോയിട്ടും വീഡിയോ എടുത്തോളൂ എന്നൊക്കെ കേട്ടോ. അവിടെ എത്തിയിട്ട് ആളെ കാണാൻ തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അവർക്കൊക്കെ മടിയാണ്. പുറത്തിറങ്ങിയിട്ട് ഒരു കയ്യിൽ ഫോൺ കളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കളിച്ചങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ മടിയാണ്. അങ്ങനെ നമ്മൾ ഇനി ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലത്തേതാ ഷോപ്പിൽ ഇറങ്ങിയതാ കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ഷോപ്പാണ് കേട്ടോ. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് നല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ എല്ലാതും ഇവിടെ തന്നെ വാങ്ങുക. നമ്മളെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാതും കിട്ടും കേട്ടോ. നമുക്ക് ഏത് ഐറ്റം എന്ത് മോഡൽ വേണമെങ്കിലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്നും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാ സാധനവും വാങ്ങൽ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. അവർക്കറിയാം എനിക്ക് ചാനലിലുള്ള കാര്യം അവർക്ക് അറിയാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല പെർമിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങി അങ്ങനെ ഇതാ നമ്മളെ കുടിയിരിക്കൽ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തമ്മയും അമ്മായിയും അമ്മോനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. പേരൻ്റെ വീഡിയോ ഒക്കെ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുറത്ത് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഓലെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. നല്ല പാടവും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലമൊന്നുമല്ല. കുട്ടിക്കാലത്ത് വിരുന്ന് വരുമ്പോൾ കുറേ അവിടെ കളിച്ച പാടമൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അധികം നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെരയിൽ പണി ഉണ്ടല്ലോ, അവിടെ തേച്ചതൊക്കെ നനക്കാണ്ട്. അപ്പോൾ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എത്തി നനയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് നമ്മളെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ്. അപ്പോൾ രാവിലെ നമ്മൾ കാക്കും മക്കളൊക്കെ തറവാട്ടിക്ക് പോയതാണ്. അവിടെ വീട് പൊളിക്കുകയാണല്ലോ, അവർ തറവാട് പൊളിക്കുകയാണല്ലോ. അപ്പോൾ ഇളയച്ചന് പെര കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് വാപ്പ പോയിക്കുകയാണ്. 2 വലിയ മക്കളും വാപ്പയും പാടെ അവിടെ പോയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അവരൊക്കെ അവിടെ ആകുമ്പോൾ എനിക്കിവിടെ നിന്നാൽ നിൽക്കപ്പുറത്ത് ഉണ്ടാവില്ല, എനിക്കും അങ്ങോട്ട് എത്തണം. പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും 10 മണിക്കൊക്കെ ഫുഡ് കിട്ടൂലല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെ കാക്കൂന് നല്ലൊരു എല്ലും കപ്പയും കൂടെ വെച്ചതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചായക്ക് കടി എല്ലും കപ്പയാണ് കേട്ടോ. അപ്പോൾ അത് വെക്കാനുള്ള റെഡിയാക്കലും കുരുമുളക് വറുക്കലും പൊടിക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലും കപ്പയൊക്കെ ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല ഈ എല്ലും കപ്പയും വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസമായി പറയുന്നു കേട്ടോ, ഞായറാഴ്ച നമുക്ക് കുറച്ച് എല്ല് വാങ്ങിയിട്ട് കപ്പയും കൂടെ വാങ്ങിയിട്ട് വെക്കണം. കുറേ ദിവസമായില്ലേ വാങ്ങിയിട്ട് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊന്നും എല്ലും കപ്പയൊന്നും വെച്ച് കഴിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്കിത് കഴിക്കാനും തോന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അത് ആഗ്രഹമുണ്ട്, നിറവേറ്റി തന്നു. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് എല്ലാം തന്നെ ഉള്ളൂ, ഒരുപാടൊന്നും വെക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പൂള എന്നും പറയും, കപ്പ
എന്നും പറയട്ടെ നമ്മളവിടെ. നമ്മൾ ചിലവർക്ക് പൂള എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത കാരണമാണ് നമ്മൾ കപ്പ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പ നേരാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നിട്ട് വേണം അത് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് കപ്പൊക്കെ ഈസി ആയിട്ട് നേരാക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലിലേക്ക് എല്ലാ പൊടികളും ഇട്ടിക്കണ്. മല്ലിമുളകും മഞ്ഞളും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഒന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വലിയ ജീരകവും കുരുമുളകും ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പം ഇടുന്നില്ല കേട്ടോ. അത് ഞാൻ കപ്പൊക്കെ വൃത്തിയാക്കി കപ്പയും എല്ലാം കൂടെ മിക്സ് ആക്കില്ല നമ്മൾ വെക്കാൻ, ആ സമയത്ത് ഇടുക. അങ്ങനെ ഇതാ എല്ലും ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കപ്പ പൊടിയായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. അങ്ങനെ അത് വേറൊരു കുക്കറിലേക്ക് മാറ്റി. അപ്പോൾ കുറച്ച് കൂടുതലാവുകൊണ്ട് ചെറിയ കുക്കറിൽ കൊള്ളില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കുക്കർക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചതാ നമ്മുടെ കുരുമുളകും വലിയ ജീരകവും ഒരു 2 കഷ്ണം പട്ട ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമാണ്, ടേസ്റ്റുമാണ് കേട്ടോ എല്ലും കപ്പയും വെക്കുമ്പോൾ. പിന്നെ നേരത്തെ ചതച്ചയിൽ കുറച്ച് ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ തക്കാളി ഒരു ചെറിയ പീസ് ഇട്ടോ, ഒരു ചെറിയ പീസ് പറഞ്ഞാൽ ഒരു തക്കാളീൻ്റെ പകുതി ഇട്ട് കൊടുക്കുള്ളൂ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കില്ല. പിന്നെ ഒരു പുളിപ്പല്ലേ അത് വരണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഈ ബീഫിൽ തക്കാളി ഇടുന്നതുകൊണ്ട് ഒരു യോജിപ്പില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഇവിടെയും ഇവർക്കൊന്നും ഇഷ്ടമല്ല തക്കാളി ഇട്ട ബീഫ്, രസമല്ല. പക്ഷേ ഇതുപോലെ ഒരു എല്ലും കപ്പയൊക്കെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതാ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കി ഇളക്കി മറിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കപ്പ വേകാനുള്ള വെള്ളമൊന്നും അതിലില്ല, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇറച്ചി, നല്ല ഇറച്ചി ഉണ്ടല്ലോ, അതിൽ മസാലപ്പൊടികളും എല്ലാതും ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മൾ കുറേ വട്ടം അങ്ങനെ വെച്ചതല്ലേ, പിന്നെ അതിലേക്ക് കുരുമുളകും ജീരകമൊക്കെ പൊടിച്ചതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ വെച്ച് ഒന്ന് റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ കപ്പയും എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കർ തുറന്ന മണം തന്നെ നമുക്ക് കിട്ടുമ്പോൾ കഴിക്കാനിങ്ങനെ കൊതിയാകും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അന്ന് ചോറ് കഴിക്കില്ല, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ അതന്നെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം കഞ്ഞിയാവുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. കഞ്ഞിയും പണ്ടൊക്കെ ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ അല്ലേ കൂട്ടാൻ, ചേമ്പും കപ്പയും അതുപോലെ ചേന, അത് തണ്ടും ചേമ്പും തണ്ടും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരത്തി എപ്പോഴും പറയും ഭയങ്കര ഇഷ്ടമാണ് ചേമ്പും തണ്ടും ചേമ്പും കപ്പയും എല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഓളെ അങ്ങനെ ആലോചിച്ചു കേട്ടോ, ഓളുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, അത് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ വേകട്ടെ. അപ്പോൾ ഇതിന് നമ്മുടെ കപ്പയും എല്ലും കപ്പയും ഒന്ന് തൂമിച്ചെടുക്കണം. കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. തൂമിക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറക്കാർ തൂമിക്കുക എന്ന് പറയും കേട്ടോ, ചിലർ വറവിട്ടെടുക്കുക എന്നും പറയും. അപ്പോൾ അത് രണ്ടിലും ഏതാ അറിയണോല് അതങ്ങോട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കതിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതായിട്ട് വേണം മക്കൾക്ക് കൊടുത്തയക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് കേട്ടോ, രാവിലത്തെ ചായക്ക് കടി തന്നെയാണ്. അപ്പോൾ ഇതായിട്ട് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് തൂമിച്ചൊക്കെ എടുത്ത് റെഡിയാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ, അധികം ഒന്നുമില്ല കേട്ടോ. അത് ഒരു നേരത്തിന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ. അങ്ങനെ ഇതാ നല്ല അടിപൊളി കപ്പയും എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലൊക്കെ അതാ ഇറച്ചിയൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ട് വേണം കേട്ടോ വിളിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദേഷ്യമാണ് ഒക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ റെഡിയാക്കി പാത്രത്തിലാക്കി പിന്നെ സഞ്ചിയിൽ ആക്കി വെച്ചിട്ട് വേണം വിളിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ വന്നാലും ഒരു അർജൻറ്റാണ്. അപ്പോൾ ആകാതെ എന്തിനാ വിളിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി നാളെ നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് പറഞ്ഞ് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.